ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 38 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 39-ാമത്തെ ശ്ലോകം നോക്കാം. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനാ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. യത് സുഖം, ഏതൊരു സുഖമാണോ, അഗ്രേ തുടക്കത്തിലും, അനുബന്ധേജ പിന്നീടും, അതായത് ആദ്യ അവസാനം, ആത്മമോഹനം വ്യാമോഹമുളവാക്കുന്നതും, നിദ്ര ആലസ്യ പ്രമാദോത്ഥം ഉറക്കം മടി മൂഢത്വം ഇവയിൽ നിന്നുണ്ടാകുന്നതും, തത് അത്, അതായത് ആ സുഖം, താമസം ഉദാഹൃതം താമസികമായ സുഖം എന്ന് കരുതപ്പെടുന്നു. ഏതൊരു സുഖമാണോ തുടക്കത്തിലും പിന്നീടും അവസാനം വരെയും വ്യാമോഹമുളവാക്കുന്നതും, ഉറക്കം മടി കഥയില്ലായ്മ മൂഢത്വം ഇവയിൽ നിന്നുണ്ടാകുന്നതും, ആ സുഖം താമസികമായ സുഖം എന്ന് കരുതപ്പെടുന്നു. താമസികമായ സുഖത്തെപ്പറ്റിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അമിത നിദ്ര, ആലസ്യം, പ്രമാദം, അതായത് ഭ്രാന്തമായ ചിന്ത ഇവയിൽ നിന്നുണ്ടാകുന്നതും, ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും ആയിരിക്കുന്ന സുഖം താമസികം എന്ന് കരുതപ്പെടുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുന്നവർ അനുഭവിക്കുന്ന സുഖം ഈ ഗണത്തിൽപ്പെട്ടതാണ്. സത്യത്തിൽ അവർ സുഖം അനുഭവിക്കുന്നില്ല. ഒരു വ്യാമോഹമാണ്, സുഖം ലഭിക്കുന്നു എന്ന ഒരു വ്യാമോഹം മാത്രമാണ്. അങ്ങനെ വ്യാമോഹത്തിൽ, മോഹാലസ്യത്തിൽ കുടുങ്ങുകയാണ്. ആദ്യവും അവസാനവും അത് ദുഃഖദായകമാണ്. അവരുടെ മനസ്സും ബുദ്ധിയും വികലമാകുന്നു. ദേഹവും ആരോഗ്യവും എല്ലാം നശിക്കുന്നു. കാലദേശ വ്യക്തി പരിഗണനകളില്ലാതെ പെരുമാറുന്നു. അന്യനെ അധിക്ഷേപിക്കുന്നതിലും ഹിംസിക്കുന്നതിലും സുഖം കണ്ടെത്തുന്നു. ഈ തരത്തിലുള്ള സുഖം താമസികം എന്ന് പറയപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ ശ്ലോകമെല്ലാം ഈ കാലത്തും എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് കാലാതീതമാണ് ഭഗവത്ഗീത എന്ന് പറയാൻ കാരണം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.